കാശി യോഗിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ പ്രമേഹം, നമ്മളുടെ ഷുഗർ, ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു അസുഖം നമ്മളുടെ ഇന്നത്തെ കാലത്ത് ഒരു പൊതുവെ എല്ലാവർക്കും കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. പലർക്കും ഉണ്ട്, എല്ലാവർക്കും മിക്ക പേർക്കും കാണുന്ന ഒരു അസുഖമാണ്. എങ്ങനെ ഈ അസുഖം വരുന്നത്? ഒന്ന്, നമ്മളുടെ അമിതമായിട്ടുള്ള ആഹാരം. നമ്മൾ കണക്കില്ലാതെ, നമ്മളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്ക് ബേക്കറി കാണുന്ന സാധനങ്ങൾ വാങ്ങിച്ചു കഴിക്കുന്നു. അനാവശ്യമായിട്ടുള്ള ജങ്ക് ഫുഡ്സ്, അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കുകയും ഷുഗർ, മധുരം കൂടുതലുള്ള ആഹാരം വാങ്ങിച്ച് കഴിക്കുകയും, എന്നാൽ ഈ ആഹാരം കഴിച്ചതിന് ശേഷം നമ്മൾ അതിനനുസരിച്ച് ശരീരം അനക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പം അതിനനുസരിച്ച് നമ്മളുടെ പാൻക്രിയാസ് എന്ന് വെച്ചാൽ സൂര്യഗ്രന്ഥി എന്ന് പറയും, നമ്മളുടെ യോഗശാസ്ത്രത്തിൽ സൂര്യഗ്രന്ഥി എന്ന് പറയും നമ്മളുടെ പാൻക്രിയാസിനെ. ആ പാൻക്രിയാസ് ഉണ്ടാക്കുന്ന ഹോർമോൺസിന്റെ അളവ് കുറയും. അങ്ങനെയാണ് ഈ ഒരു ഷുഗർ, ഡയബറ്റീസ് നമുക്ക് വരുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഡയബറ്റീസ് കൊണ്ട് നമ്മൾ അവസാനം ആശുപത്രി കൊണ്ടുപോവുകയും ആശുപത്രിയിലുള്ള ഒരു ഡോക്ടർ എന്ത് ചെയ്യും? ഇൻസുലിൻ കുത്തിവെക്കും. ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ എന്തിനാ? നമ്മളുടെ മൃഗത്തിന്റെ പാൻക്രിയാസിൽ, ആനിമൽസിന്റെ പാൻക്രിയാസിൽ നിന്ന് എടുക്കുന്ന ഇൻസുലിൻ, അതിന്റെ ഹോർമോൺസ്, ഇൻസുലിൻ അതെടുക്കുന്നു, നമ്മളുടെ ശരീരത്തിൽ ഇഞ്ചക്ട് ചെയ്യുന്നു, കുത്തിവെക്കുന്നു സ്കിന്നില്. അത് കുത്തിവെച്ച്, അത് താൽക്കാലികമായിട്ടുള്ള സംവിധാനം മാത്രമാണ്. അത് കുത്തിവെച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഹോർമോണിന്റെ അളവ് വരികയും ആ സമയത്ത് കുറച്ച് ഒരു ആശ്വാസം കിട്ടുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഇതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഈ ഒരു ആധുനിക മെഡിസിൻ ഇതില് യഥാർത്ഥ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഇത് പൂർണ്ണമായിട്ട് മാറ്റുവാൻ വേണ്ടിയിട്ട് എൻ്റെ അറിവിലില്ല. എന്നാൽ ആയുർവേദത്തിലും നമ്മളുടെ യോഗശാസ്ത്രത്തിലും ഇതിനുള്ള മരുന്ന് പറയുന്നുണ്ട്. മറ്റൊന്നുമല്ല, ശരീരമാണെങ്കിൽ ജോലി ചെയ്യുക. ശരീരം നന്നായിട്ട് വേർക്കുന്ന രീതിയിൽ പണിയെടുക്കുക. അതിന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷുഗർ, പ്രമേഹം പൂർണ്ണമായിട്ട് മാറാൻ വേണ്ടിയിട്ട് പ്രമേഹമുള്ള വ്യക്തി ഒരു കിണർ കുഴിക്കണമെന്നാണ്, ഒരു നല്ല ആഴമുള്ള ഒരു കിണർ കുഴിക്കണമെന്നാണ് പറയുന്നത്. ഒരു തമാശ രൂപേണ പറയുന്നുവെങ്കിലും കിണർ കുഴിക്കാൻ പറയുന്നതിന്റെ ഉദ്ദേശം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു കിണർ കുഴിക്കാൻ വേണ്ടി കുറെ പ്രാവശ്യം കുനിയുകയും നൂരുകയും ചെയ്യും. ഈ സമയത്ത് നല്ലൊരു വ്യായാമം കിട്ടുകയും ശരീരത്തിലെ ബാക്കി സംവിധാനങ്ങളെല്ലാം, ശരീരത്തിലെ ഒരു അനാവശ്യമായിട്ടുള്ള വേസ്റ്റുകളെല്ലാം വെളിയിലേക്ക് പുറന്തള്ളുകയും പാൻക്രിയാസ് നമ്മൾ കുനിയുകയും എണീക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ സൂര്യഗ്രന്ഥി ഉത്തേജനം നൽകുകയും ചെയ്യും. ആ സമയത്ത് ഈ ഒരു സൂര്യഗ്രന്ഥി, ഒരു പാൻക്രിയാസ് അതിന്റെ ഹോർമോൺസ് വെളിയിലേക്ക് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പം അങ്ങനെ പതുക്കെ ഒരു ഷുഗർ നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുവരാൻ കഴിയും. 6 മാസമെങ്കിലും 50 സൂര്യ നമസ്കാരം, 50ൽ കുറയാതെ സൂര്യ നമസ്കാരം ചെയ്യാൻ കഴിയുകയും ചെയ്യുക ഷുഗറിന് ഏറ്റവും ബെസ്റ്റ് ആണ്. അതിനോടൊപ്പം തന്നെ നമ്മളുടെ ഭക്ഷണത്തിന്റെ ക്രമങ്ങൾ ഒന്ന് നിയന്ത്രിക്കുക. ഷുഗർ കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുക. നല്ലൊരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കി നല്ലൊരു ഡയറ്റ് നോക്കുക. ഇതിന് പുറമെ കുറച്ച് ആസനങ്ങൾ ഞാൻ അത് എഴുതി വെച്ചിട്ടുണ്ട്. സുഖാസനം, പത്മാസനം, പശ്ചിമോത്താസനം, മേരുദണ്ഡാസനം, പവനമുക്താസന ക്രിയ, വിപരീതകരണി, സർവാംഗാസനം, മത്സ്യാസനം, യോഗമുദ്ര, ഊഢ്യാനബന്ധം, അഗ്നിസാരക്രിയ. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള 2 ആസനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചിമ മുക്താസനവും യോഗമുദ്രയാണ്. ഈ യോഗമുദ്ര അതൊരു ആസനത്തിന്റെ രൂപമാണെങ്കിലും അതൊരു മുദ്രയാണ്. പത്മാസനത്തിൽ ഇരുന്നു കൊണ്ട് കൈകൾ രണ്ടും പിറകെ കെട്ടി മുന്നിലേക്ക് ശ്വാസം വിട്ടുകൊണ്ട് മുന്നിലേക്ക് വന്ന് തല വന്ന് തറയിൽ തൊടണം. അതേപോലെ ഒരു 5 സെക്കൻഡ് അവിടെ അങ്ങനെ നിലനിന്ന് അടുത്ത് അതേപോലെ തിരിച്ചു വരിക. ഇതാണ് യോഗമുദ്ര. തിരിച്ചു ഇങ്ങനെ ഒരു 50ൽ കൂടുതൽ പ്രാവശ്യമെങ്കിലും നന്നായിട്ട് ചെയ്യുക. നന്നായിട്ട് ബ്രീത്ത് എടുത്ത് നല്ല സംവിധാനത്തിൽ ചെയ്യുക. ഇതാണ് യോഗമുദ്ര. മേൽ പറഞ്ഞ ആസനങ്ങളും അതിനനുസരിച്ച് ചെയ്യുക. അവസാനം ശവാസനത്തിൽ കിടക്കുകയും വേണം.
ഈ ആസനങ്ങളും ഈ കറക്റ്റായിട്ട് നമ്മൾ ഈ സംവിധാനങ്ങളെല്ലാം കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുമെങ്കിൽ നമ്മളുടെ ഷുഗർ നമുക്ക് മരുന്ന് കഴിക്കാത്ത രീതിയിൽ എന്ന് വെച്ചാൽ മരുന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ മരുന്ന് കഴിക്കാത്ത അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് നമുക്ക് ഈ ഒരു ഷുഗറിന്റെ ലെവൽ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അപ്പം നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരും. ഒരുപാട് വേറെ വേറെ അസുഖങ്ങൾ, നടുവിന് പ്രശ്നമുള്ളവരും അങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളവർ എന്ത് ചെയ്യും, അങ്ങനെ ഷുഗർ ഉള്ളവർ എന്ത് ചെയ്യും, അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ, ഇത് ബ്രീത്തിങ് സംവിധാനമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ യോഗയിൽ എന്തൊക്കെയാണ് പറയുന്നത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ഡയറ്റ് പ്ലാനും കാര്യങ്ങളെല്ലാം നോക്കി അതിനനുസരിച്ച് ഈ ഒരു സംവിധാനത്തിനെ മാറ്റുക. ഈ ഒരു ഷുഗറിനെ മാറ്റുക. നമ്മൾ എത്ര നാളെന്ന് പറഞ്ഞ ഈ ഒരു മരുന്ന് എടുത്തുകൊണ്ടേയിരിക്കുന്നത് യഥാർത്ഥത്തിൽ മടിയാണ് മനുഷ്യർക്ക്. നമുക്ക് എല്ലാവർക്കും മടിയാണ്. യോഗ എന്ന് വെച്ചാൽ ശരീരം അനക്കാനായിട്ട് മടിയാണ്. ഇന്ന് ചെയ്യാന്ന് വിചാരിക്കും, പിന്നെ മടിച്ച് നാളത്തേക്ക് മാറ്റി വയ്ക്കും. നമുക്ക് ചെയ്യാൻ തോന്നത്തില്ല. അത് മനുഷ്യന്റെ സഹജമായിട്ടുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. പിന്നെയും ആലോചിക്കുക, അയ്യോ ഇത് വിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ ശരീരത്തിൽ കുറച്ചൊരു ഇത് വരുമ്പോൾ പിന്നെയും ചെയ്യും യോഗ. മടിയാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. മനുഷ്യനായി ഉള്ള എല്ലാവർക്കും ഒരു മടിയുണ്ട്. മടി തന്നെയാണ് നമ്മളെ മനുഷ്യനെ എല്ലാ രീതിയിലും ഇല്ലാതാക്കുന്നത്. ഈ പ്രമേഹം പോലുള്ള അസുഖങ്ങൾ വരാൻ പോലും കാരണം മടിയാണ്, അലസതയാണ്. അപ്പം ഇതൊരു നല്ല വീഡിയോ ആണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടും തോന്നുന്നു. എന്തായാലും എന്തെങ്കിലും സംശയമോ കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. എൻ്റെ അറിവിലുണ്ടായിരുന്ന കാര്യങ്ങളാണ് ഞാൻ ഇത് പറഞ്ഞത്. ഈ ആസനങ്ങളുടെ ഫോട്ടോ ഞാൻ പറ്റുമെങ്കിൽ ഒരു വീഡിയോയുടെ ഇടയിൽ കൊടുക്കാൻ നോക്കാം. ശരി, നമസ്കാരം.